നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് ആക്രമിച്ച വാർത്ത നമ്മളെല്ലാവരും വളരെ നടുക്കത്തോടു കൂടിയാണ് കേട്ടത്. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായിട്ടായിരുന്നു കുറച്ചു ദിവസം തുടർന്നത്. ഇപ്പോഴും പൂർണ്ണ ആരോഗ്യാവസ്ഥയിലേക്ക് പെൺകുട്ടി എത്തിയിട്ടില്ല. പെൺകുട്ടിയും പെൺകുട്ടിയുടെ സുഹൃത്തും കൂടി ട്രെയിനിൽ വാതിലിനടുത്ത് നിൽക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ യാതൊരു പ്രകോപനവുമില്ലാതെ ഈ മധ്യവയസ്കൻ പെൺകുട്ടികളോട് അതിക്രമം കാണിച്ച് ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്. അന്ന് പെൺകുട്ടിയെ ആക്രമിച്ചിട്ടുള്ള മറ്റൊരു സുഹൃത്തിനെ ആക്രമിക്കാൻ നിന്നപ്പോഴേക്കും അവിടെ നിന്നൊരാൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ പറയും, നമുക്ക് ചില അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ കാണും, അല്ലെങ്കിൽ ആ സമയത്ത് മനുഷ്യന്റെ രൂപത്തിൽ വരുന്നത് ഈശ്വരൻ തന്നെയായിരിക്കുമെന്നൊക്കെ പലപ്പോഴും അതൊക്കെ ഓരോരുത്തരുടെ അനുഭവമാണ്. പല ആളുകളും അങ്ങനെ പറയാറുണ്ട്. അന്ന് അവിടെ രണ്ടാമത് ഒരു കുട്ടിയെ കൂടി ഇത്തരത്തിൽ ഈ പ്രതി ട്രെയിനിൽ നിന്ന് തള്ളിയിടാൻ ആക്രമിക്കുമ്പോൾ അവിടെ സഹായത്തിനായിട്ട് ഒരു യുവാവ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ പെൺകുട്ടിയെ പിടിച്ചു കയറ്റുകയും അതുപോലെ ഈ അക്രമിയെ കീഴടക്കിയതും ഈ യുവാവായിരുന്നു. പക്ഷേ ഈ വാർത്തയുടെ ഈ ഒരു തിക്കും തിരക്കും ഒക്കെ കഴിഞ്ഞപ്പോഴും ആരാണ് അന്ന് ആ സ്ഥാനത്ത് അവിടെ വന്നത് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല. ആരായിരിക്കും ആ വീരകൃത്യം ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് പോലീസും ഇത്രയും ദിവസങ്ങളായിട്ട് അന്വേഷിക്കുകയായിരുന്നു. കാരണം ആ യുവാവാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൽ പ്രതിയായിട്ടുള്ള മധ്യവയസ്കനെയും കൊണ്ട് ട്രെയിനിലടക്കം തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ആ വ്യക്തി ആരാണ്, അന്ന് അവിടെ രക്ഷകനായിട്ട് വന്ന വ്യക്തി ആരാണ് എന്നുള്ള സൂചനകൾ കിട്ടി. അയാളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും വലിയ വീരകൃത്യമായി ഒരുപക്ഷെ ആ യുവാവ് ശങ്കർ പാസ്വാന് തോന്നിയില്ല. വർക്കലയിൽ ഓടുന്ന ട്രെയിനിനുള്ളിൽ യുവതിയെ ആക്രമിച്ച പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്തി നായക പര്യവേക്ഷണം നേടിയ ശങ്കർ പാസ്വാൻ താൻ നടത്തിയ വീരകൃത്യത്തെക്കുറിച്ച് ഒട്ടും ബോധവാനായിരുന്നില്ല. കേരളം മുഴുവൻ രക്ഷകനെ തിരയുന്നതിനിടയിലാണ് ബീഹാർ നളന്ദ സ്വദേശിയായ ശങ്കറിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഓർമ്മയും CCTV ദൃശ്യങ്ങളുമായിരുന്നു ഇതര സംസ്ഥാനക്കാരനായ ഈ യഥാർത്ഥ ഹീറോയെ കണ്ടെത്താൻ പോലീസിന് തുണയായത്. കേരള എക്സ്പ്രസിൽ ശ്രീകുട്ടി എന്ന യുവതിക്ക് നേരെ ഉണ്ടായ അതിക്രമം നാടിന് നടുക്കിയപ്പോൾ പ്രതി സുരേഷിനെ കീഴ്പ്പെടുത്തിയത് ചുവന്ന ഷർട്ട് അണിഞ്ഞ ഒരാളാണെന്ന് മാത്രമായിരുന്നു പോലീസിന് ലഭിച്ച ഏക സൂചന. CCTV ദൃശ്യങ്ങളിൽ ആക്രമണകാരി യുവതിയെ തള്ളിയിട്ട ശേഷം കൂട്ടുകാരി അർച്ചനയെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു വ്യക്തി ഓടിയെത്തി അവരെ ട്രെയിനിലേക്ക് തിരികെ കയറ്റുന്നതും തുടർന്ന് പ്രതിയെ കീഴടക്കുന്നതും വ്യക്തമായിരുന്നു. ഈ രക്ഷകരെ കണ്ടെത്താൻ റെയിൽവേ സ്റ്റേഷനുകളിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ട്രെയിൻ വർക്കല കഴിഞ്ഞാൽ പേട്ടയിലും തിരുവനന്തപുരത്തുമാണ് നിർത്തുന്നത്. പ്രതി തിരുവനന്തപുരം സെൻട്രലിൽ ഇറങ്ങിയെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറുന്ന രക്ഷാപ്രവർത്തകന്റെ ദൃശ്യം ലഭിച്ചു. രാത്രി വൈകിയെടുത്ത സവാരി ആയതിനാൽ ചുവന്ന ഷർട്ട് ധരിച്ച ഒരാളെ കൊച്ചുവേളിയിൽ ഇറക്കിയ കാര്യം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ഓർമ്മയുണ്ടായിരുന്നു. ഇത് അന്വേഷണത്തിന് വലിയ സഹായമായി. കൊച്ചുവേളി വ്യവസായ മേഖലയിലെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ശങ്കർ പാസ്വാൻ. താൻ നടത്തിയ ധീരമായ പ്രവർത്തനം ഇത്രയധികം ശ്രദ്ധിക്കപ്പെട്ടതിനെ കുറിച്ച് ഇതര സംസ്ഥാനക്കാരനായ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ഇതാണ് സ്വയം പോലീസിൽ ഹാജരാകാത്തതിന് കാരണം. റെയിൽവേ പോലീസ് ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. കേസിലെ പ്രധാന സാക്ഷിയും രക്ഷകനുമായ ബീഹാർ സ്വദേശി ശങ്കർ പാസ്വാനെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. വർക്കലയിലെ സംഭവങ്ങളെല്ലാം ട്രെയിനിലെയും സമീപത്തെയും CCTV ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. പ്രതിയെ കീഴ്പ്പെടുത്തിയ ഈ ചുവന്ന ഷർട്ടുകാരൻ ആരാണെന്ന അന്വേഷണത്തിലായിരുന്നു പോലീസ്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ചാണ് പോലീസ് ബീഹാർ സ്വദേശിയെ തിരിച്ചറിഞ്ഞത്. ശങ്കർ പാസ്വാനെ ആദരിക്കാനും പാരിതോഷികം നൽകാനും റെയിൽവേ ഒരുങ്ങുകയാണ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ശേഖരിച്ച അന്വേഷണ സംഘത്തിന് കൈമാറിയ ബോഗിയിലെ CCTV ദൃശ്യങ്ങളാണ് ധീരതയുടെ നിമിഷങ്ങൾ പതിഞ്ഞത്. തീവണ്ടിക്കുള്ളിൽ സുരേഷ് കുമാറും പെൺകുട്ടികളും തമ്മിൽ തർക്കമുണ്ടാകുന്നതും പിന്നീട് ആക്രമണം നടക്കുന്നതും ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. ഇയാൾ തീവണ്ടിക്കുള്ളിൽ പുകവലിച്ചത് പെൺകുട്ടികൾ ചോദ്യം ചെയ്തതാണ് തർക്കത്തിനും ആക്രമണത്തിനും കാരണമെന്നാണ് മൊഴി. കേസിലെ പ്രധാന സാക്ഷിയും രക്ഷകനുമായ ബീഹാർ സ്വദേശി ശങ്കർ പാസ്വാനെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇദ്ദേഹം 19കാരിയായ ശ്രീകുട്ടിയെ ആക്രമിച്ച സുരേഷിനെ കീഴ്പ്പെടുത്തുകയും ശ്രീകുട്ടിയുടെ കൂട്ടുകാരി അർച്ചനയെ പ്രതിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ മൊഴി പോലീസ് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഈ ചുവന്ന ഷർട്ട് ധരിച്ച ശങ്കർ പാസ്വാൻ ഓടിയെത്തുന്നതൊക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഒറ്റക്കൈ കൊണ്ട് അർച്ചനയെ
ട്രെയിനിലേക്ക് തിരികെ പിടിച്ചു കയറ്റിയ ഇദ്ദേഹം തുടർന്ന് അക്രമാസക്തനായ സുരേഷിനെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. ഒരുപക്ഷെ അയാൾ ആ സമയത്ത് എത്തിയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ പെൺകുട്ടി കൂടി ട്രെയിന് പുറത്തേക്ക് തെറിച്ചു വീഴുമായിരുന്നു. അതും വലിയൊരു അപകടം വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എവിടെ നിന്നാണ് ശങ്കർ പാസ്വാൻ ഓടിയെത്തുകയും ആ പെൺകുട്ടിയെ രക്ഷിക്കുകയും ഈ പ്രതിയെ അവിടെ കീഴടക്കുകയും ചെയ്തത്? ഒരുപക്ഷെ ശങ്കർ പാസ്വാൻ അവിടെ എത്തിയില്ല എന്നെങ്കിൽ അർച്ചന അവിടെ വീഴുകയും ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ സംയോജിതമായി ഇടപെട്ടത് ശങ്കർ പാസ്വാന്റെ ആ തിടുക്കത്തിലുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു. അത് അവിടെയുള്ള CCTV ക്യാമറകളിലും പതിഞ്ഞിട്ടുണ്ട്. ഒരു ചുവന്ന ഷർട്ടുകാരൻ എന്ന് മാത്രമായിരുന്നു പുറത്തു വന്നിരുന്നത്. അതുതന്നെയായിരുന്നു അന്വേഷണത്തിൽ പോലീസ് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച ഒരു തെളിവെന്ന് പറയുന്നത്. ഏതായാലും CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ചാണ് പോലീസ് ബീഹാർ സ്വദേശിയെ തിരിച്ചറിഞ്ഞത്. ശങ്കർ പാസ്വാനെ ആദരിക്കാനും പാരിതോഷികം നൽകാനും റെയിൽവേ ഒരുങ്ങുകയാണ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ശേഖരിച്ച് അന്വേഷണ സംഘത്തിന് കൈമാറിയ CCTV ദൃശ്യങ്ങളും ഇതിൽ തെളിവാണ്. പെൺകുട്ടി പതുക്കെ ആരോഗ്യം വീണ്ടെടുക്കുന്നതേയുള്ളൂ. കഴിഞ്ഞ ആ സംഭവം നടന്ന മണിക്കൂറുകളിലെല്ലാം തന്നെ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. കേരളം മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ട്രെയിൻ സുരക്ഷയെ പറ്റിയെല്ലാം തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്ന ഒരു സമയം കൂടിയായിരുന്നു. നമുക്കറിയാം, ഇതിനു മുൻപ് അതിക്രൂരമായിട്ട് ട്രെയിനിനുള്ളിൽ പീഡനത്തിന് ഇരയായി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പ്രതി ഗോവിന്ദചാമി, ആ ഒരു നരാധമന്റെ മുഖം കേരളം ഒരു കാലത്തും മറക്കില്ല. അത്തരത്തിലൊരു ആവർത്തനം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ട്രെയിൻ യാത്രകളിൽ പോലീസ് സംവിധാനം ഉണ്ടെങ്കിലും എല്ലായിടത്തേക്കും ഒരുപക്ഷെ പോലീസിന്റെ കണ്ണെത്തിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രൂരന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെയൊക്കെ തന്നെ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ടാവും. ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ നമ്മളെ ആക്രമിക്കാനും തയ്യാറാവുകയാണ്. ഇവിടെ ഇപ്പോൾ പ്രതിക്ക് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ള ചോദ്യം ചെയ്തതിന്റെ പേരിലുള്ള ഒരു ദേഷ്യത്തിലാണ് ആ പെൺകുട്ടി അത്തരത്തിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ആക്രമണം നടത്തിയത്. ഏതായാലും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നു. കൃത്യമായിട്ട് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കട്ടെ. ഇപ്പോൾ ശങ്കർ പാസ്വാനെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചതും ഈ കേസിലേറെ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. കാരണം ഏക സാക്ഷി കൂടിയാണ് ശങ്കർ പാസ്വാൻ. തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ. ഇത് ഇന്ന് നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇത് നാളെ സംഭവിക്കാം. അതുകൊണ്ട് എല്ലാവരും ഒരു കരുതൽ വേണം. കൃത്യമായിട്ട് ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴുള്ള കരുതൽ സ്വീകരിക്കേണ്ടതാണ്. തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കട്ടെ. കാരണം ഇത് ഇനി നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാൻ പാടില്ല.